നീറ്റ് 2026 നമ്മുടെ ജെപീസിലെ കുട്ടികൾ പൊളിച്ചടക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 700+ മാർക്ക് വരുമെന്ന് ഉറപ്പാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നീറ്റ് 2026, 2025 കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഈസിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും പല കുട്ടികളെയും ബുദ്ധിമുട്ടിച്ച കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഏറ്റവും ടോപ്പേഴ്സിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ വരുന്ന പല കുട്ടികളും സമയം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. സമയം വേണ്ടതുപോലെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ഈ വർഷം പോലും പലപ്പോഴും എക്സാമിനേഷൻ ഓൾ ചെയ്യുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. ഇനി അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ബയോളജിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. 1 മണിക്കൂറോളം എന്തായാലും ബയോളജിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എക്സാം പേപ്പർ നല്ല ഈസി ആയിരുന്നു. പക്ഷെ ഒരു കാര്യം പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് 2024 പോലെ 720, 720 അതിന് കുറേ ഉണ്ടാവും. 700 മാർക്കിന് മുകളിൽ നിറയെ ആളുകളായിരിക്കും. കട്ട് ഓഫ് 670 മുകളിലായാലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ, സത്യം. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. ഒരു 630, 640 റേഞ്ചിലേക്കായിരിക്കണം കട്ട് ഓഫ് വരുന്നത്. ആ ഒരു റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതൊക്കെ തന്നെ ആണെങ്കിലും ഒരു കാര്യം, എക്സാമിൽ ബയോളജി, സയൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറേ ഉണ്ടായിരുന്നു. 360, 360 വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ബയോളജി ഫുൾ NCERT അങ്ങനെ തന്നെ അടച്ച് കലക്കി കുടിച്ച് ഏതൊരു കുട്ടിക്കും ഡയറക്റ്റായിട്ട് പോയിട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ +2 പഠിച്ച് നേരെ പോയി എഴുതിയ കുട്ടികൾ പോലും ബയോളജിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സ് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി കുട്ടികൾ കുറേ ടഫായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു ഫിസിക്സിൽ. പക്ഷെ അവിടെയും 1, 2, 3 ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് പല കുട്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ടോട്ടൽ 5-6 ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനെ മാറ്റി നിർത്താൻ പറ്റൂല നമുക്ക്. കാരണം 2024 എക്സാമിൽ 654 ഓൾ ഇന്ത്യയിൽ കട്ട് ഓഫും 674 കേരളത്തിൽ കട്ട് ഓഫും വന്ന സമയത്ത് അന്ന് എക്സാമിന് 3 മണിക്കൂറല്ല, 3 മണിക്കൂർ 20 മിനിറ്റുമായിരുന്നു. 180 ക്വസ്റ്റ്യൻ, 200 ക്വസ്റ്റ്യൻസ് 180 എഴുതിയാൽ മതിയായിരുന്നു. ചോയ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ചോയ്സുള്ള ഒന്നുമില്ല, എല്ലാം എഴുതണം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിൻ്റെ കട്ട് ഓഫ് നമ്മൾ പറയുന്ന പോലെ അത്രയും മുകളിലേക്ക് പോകുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ള ഒരു കാര്യം കൂടി ഇതാണ്. പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട് 720, 720 അത് വലിയ മായാജാലം സംഭവിച്ച വർഷത്തിൽ വീണ്ടും ഒരു മായാജാലം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 4 കുട്ടികൾക്ക് 720, 720 കിട്ടിയതേ പലരും കണ്ടിട്ടുള്ളൂ. അതിനുശേഷം അത് 1 മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യനിൽ കറക്ഷൻ വന്നപ്പോൾ വീണ്ടും റാങ്ക് ലിസ്റ്റൊക്കെ റീപബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 720, 720 മാർക്ക് ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതുപോലെ പല മാറ്റങ്ങളും വന്നിരുന്നു. 700 മുകളിലുള്ള ആളുകളുടെ എണ്ണം കുത്തനങ്ങട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മറന്നുപോയി. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് എല്ലാവരും 700 മുകളിലായിരിക്കും, അങ്ങനായിരിക്കും, ഇങ്ങനെയായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഒരു സാധാരണ കുട്ടികളുടെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്. ഒരു ടീച്ചറിൻ്റെ അല്ല, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം ടൈമൊക്കെ എടുക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതായത് ഒരു 650+ മുകളിലേക്കൊക്കെ നല്ല മാർക്ക് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 680, 670, 690 റേഞ്ചിലേക്ക് കുറേ ആളുകൾ വന്നേക്കാം. ഈ ഒരു കാര്യമാണ് ഈ ഒരു തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിൽ ഡിസ്കഷനിലേക്ക് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ജെപീസിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ബാക്കി നിങ്ങളുടെ അലോട്ട്മെൻറ്റുമായിട്ടോ മുന്നോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ കാണാം. ഉറപ്പായിട്ടും ഇത് ഒരു തുടക്കത്തിൽ ഇവിടെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു സമയത്ത് തോന്നുന്ന ഒരു ഫീലിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.